ഞാൻ 2010 ദുബായിൽ നിന്ന് ബിസിനസ് എല്ലാം തകർന്നിട്ട് ഞാൻ നാട്ടിലെത്തി. ഏകദേശം 60 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. എനിക്കിവിടെ വെച്ചുകൊണ്ടിരുന്ന ഭവനവും മറ്റു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ജീവിതം തന്നെ തകർന്ന ഒരു അവസ്ഥയിലെത്തി. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അങ്ങനെ എല്ലാം തകർന്ന് ഇവിടെ ഈ പ്രാർത്ഥനയിൽ വന്നു. ബ്രദർ പറഞ്ഞു, ഉപദേശങ്ങളൊക്കെ തന്നു. എല്ലാത്തിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ കൊടുക്കുന്ന വ്യക്തികളായി തീരാനായിട്ടാണ് ദൈവത്തെ ഉദ്ദേശിച്ചത്. ബാക്കി ഭൗതികമായ കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കൊള്ളുന്നു. അങ്ങനെ പ്രാർത്ഥന അധികമായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ ദിവ്യബലിയോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു. ദിവ്യബലി കിട്ടുന്ന സ്ഥലത്ത് ജോലി കിട്ടുന്നതിന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് കർത്താവ് തന്നെ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടുത്തെ തണുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് -40 -45 കഴിഞ്ഞ വർഷം ഇതേ സമയം. ഈ വർഷം എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ -15 ഒക്കെയാണ്. 5-6 ഉൾപ്പെട്ടിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അവിടെ. അത്ഭുതകരമായിട്ട് കർത്താവ് ഈ വർഷം തണുപ്പ് കുറച്ചു തന്നു. എനിക്ക് എന്റെ ജോലിയിൽ ഏകദേശം 1.5 ലക്ഷം രൂപ കൂടുതൽ എനിക്ക് ശമ്പളമുണ്ട്. എന്റെ കടങ്ങൾ തീരാറായി. ഇനി തുച്ഛമായ കടങ്ങളേ ഉള്ളൂ. അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ നയിക്കുന്നു. ഇവിടുത്തെ ഞാൻ പല പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടിയിട്ട് പ്രതിഫലിച്ച കൂടാതെ ജോലി ചെയ്യുന്ന വളരെ കുറച്ച് മനുഷ്യരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഞാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് വിനോദ് ബ്രദർ എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്. കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും